ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോയും കൊണ്ട് വന്നേക്കാണ്. അതൊരു റിയാക്ഷൻ വീഡിയോ ആയതിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നും. കാരണം ഒരുപാട് സ്നേഹിക്കുന്ന മലയാളക്കര ഒരുപോലെ ഒരു നഷ്ടം അനുഭവിച്ച ഒരു വ്യക്തിയാണ് പറയുമ്പം കൊല്ലം സുധി. അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഹധർമ്മിണിയായിട്ട് വന്ന വ്യക്തി ഇപ്പോൾ ലൈഫിൽ മുന്നോട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട, അല്ലെ സംസാരിക്കേണ്ട, വാ തുറക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി കഴിഞ്ഞു, 2:05 ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് എങ്ങാണ്ടായിട്ടുള്ളൂ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. എനിക്ക് വളരെ കുറച്ചധികം നല്ല കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നടു റോഡിൽ ഉള്ള ഒരു ഡാൻസ് വീഡിയോ ആണ്. ഇതിപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പം റോഡിൽ ആൾക്കാർ വന്ന് ചീത്ത പറയുന്നുണ്ട്. കാരണം നടു റോഡിൽ അത്രയും തിരക്കുള്ള ഒരു തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറയും, അത്രയും തിരക്ക് ട്രാഫിക്കും ഉള്ള ഒരു റോഡിൽ കാണിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ ആൾക്കാർ പ്രതികരിക്കണതിൻ്റെ മുന്നേ ആയിട്ട് ചേട്ടാ ഫ്രണ്ടിൽ കയറല്ലേ എന്ന് ക്യാമറ എടുക്കുന്നവൻ പറയുന്നുണ്ട്. അവൻ എത്ര വിവരമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഇത്രേ ഉള്ളൂ കാര്യം, ഞാനും ഒരു ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാനും ഈ പറഞ്ഞുള്ള റോഡിലോ അല്ല എവിടെയെങ്കിലുമൊക്കെ നിന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും നമ്മുടെ ഈ റോഡിലുള്ള ആൾക്കാർക്കോ യാത്രക്കാർക്കോ കാൽനട യാത്രക്കാർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നോക്കിയിട്ടാണ്. അതായത് മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർ നോക്കുന്നു എന്നുള്ള ബുദ്ധിമുട്ട് നമുക്കും ഉണ്ടാവില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരീനെ ഇത്രയെങ്കിലും അറിയുന്നത്, വെറും ഒരു രേണുകയായ വ്യക്തിനെ ഇത്രയുമെങ്കിലും അറിയുന്നത് കൊല്ലം സുധി എന്ന് പറഞ്ഞ അതുല്യ കലാകാരൻ്റെ പേരിൻ്റെ പിൻപറ്റി തന്നെയാണ്. ഒരിക്കലും അതിൻ്റെ മുന്നോടിയായിട്ടാണെന്ന് അല്ലെ പുള്ളിക്കാരി വഴിയാണ് കൊല്ലം സുധീനെ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യമില്ല. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തുമില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മാന്യമായ രീതിയിൽ, മാന്യമായ വേഷത്തിൽ, മാന്യമായ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിനെ ഒരിക്കലും ഒരാളും പറയില്ല. ഇപ്പോൾ നിസ്സാരമായ ഒരു കാര്യം പറയാം. ഏറ്റവും പ്രമുഖയായ ഒരു നടിയാണ് നടി മീന എന്ന് പറയുന്നത്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി, കുട്ടിയെയും കൊണ്ട് അവർ സിംഗിൾ പേരൻ്റായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അവർ ചെയ്യുന്ന വേഷത്തിനോ അവർ ചെയ്യുന്ന സിനിമയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു മനുഷ്യരും ഒന്നും പറയണില്ല. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. പിന്നെ തീർച്ചയായിട്ടും ഈ ചെയ്തത് വളരെയധികം മോശമായൊരു പരിപാടിയാണ്. കാരണം അത്രയും വണ്ടിക്കാരും യാത്രക്കാരും അവർക്കെല്ലാം ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ റോഡിന് നടുക്ക് നിന്ന് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ മന്ത്രിപുത്രി അങ്ങനെയുള്ള പദവിയൊന്നും ഇല്ലല്ലോ. ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ, ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കിയെന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച് ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള 2 പേര് ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കിയതൊക്കെ വന്ന് വെറുതെയാണ് രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്ത്. ഇനി ഇതിൻ്റെ കമൻറ്റുകൾ ഞാൻ അറിയാം. അത് നിങ്ങളുടെ കൂടെ അഭിനയിച്ചവരായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഈ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയതാണത്. ഈ ഒരു എക്സ്പ്ലനേഷൻ ഇടുമ്പോൾ മാന്യ ദേഹമേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അത്രയും തിരക്കുള്ളൊരു റോഡിൽ ഇമാതിരി ഒരു വീഡിയോ അല്ലെ ഒരു ആൽബം എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം. അതായത് അല്ലേ, ഷൂട്ടിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം വേണം. ആ ഒരു സാധനം എടുത്തിട്ടാണോ നിങ്ങളിത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു 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 വിഷയവും ഇതിൻ്റെ പിന്നിലില്ല. പിന്നെ ഇനി അഥവാ അത് നിങ്ങളുടെ ഒരു നാടകമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട എത്രേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര്, അതായത് ഇപ്പം നല്ലൊരു സീനറി കാണുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ റോഡ് സൈഡിൽ അല്ല റോഡിൽ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്യാം അല്ലെ ഒരു ഷോർട്സ് ചെയ്യാം എന്നുദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങളിത് പെർമിറ്റ് എടുത്താണ് ചെയ്തതെങ്കിൽ ഓക്കെ. ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ഏതെങ്കിലും സൈഡിൽ വണ്ടി വരാത്ത കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിന്നിട്ടാണ് വീഡിയോസൊക്കെ മാക്സിമം എടുക്കാൻ ശ്രമിക്കാറുള്ളത്. ഇത് പക്ഷേ വളരെ മോശം ആയിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമായിപ്പോയി. പിന്നെ ഈ പറഞ്ഞവരാരും അത്ര പെർഫെക്റ്റ് അല്ല, ഈ ഞാനടക്കം. പക്ഷെങ്കിൽ ഈ ചെയ്തത് തീർച്ചയായിട്ടും
അതൊരു കുറ്റം തന്നെയാണ്. അപ്പം ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ എന്തും ചെയ്തോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിലൊരാൾക്കും കൈയടത്താനോ ഒരാൾക്കും തലയിടാനോ പറ്റൂല. അത് എല്ലാവരോടുമായി പറയുകയാണ്. ഇപ്പം രേണു ഒരു ഡ്രസ്സ് ചെയ്തു, അല്ലെ രേണു ഇച്ചിരി മോഡേൺ ആയിട്ട് നടന്നു, അല്ലെ രേണുച്ചി അങ്ങനെ നടന്നു, രേണുച്ചി ഇങ്ങനെ നടന്നു, ഇതിനൊന്നും മറ്റൊരാളും കുടപിടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ലൈഫാണ്, അവരുടെ ഇഷ്ടമാണ്. അവരൊരു സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്വതന്ത്ര സ്ത്രീയാണ്, സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കേണ്ട ഒരു സ്ത്രീയാണ്. അവർക്ക് ജീവിക്കാനോ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലാരും പോയി കണ്ട് ഞാനടക്കം ഉൾപ്പെടെ ആർക്കും തലയിടാനുള്ള അവകാശമില്ല. പക്ഷേ ഈ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് വളരെ മോശം പരിപാടിയാണ്. കാരണം അത്രയും പേരുടെ അതെന്താ യാത്രാ സൗകര്യത്തെ തടസ്സപ്പെടുത്തി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി പോവുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഇത് കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിനെങ്കിലും ഞാൻ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഒരുപാട് ഇടത്ത് ഈ പറഞ്ഞ പോലെ സുച്ചേട്ടനെ എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലിക്കായാലും എൻ്റെ കുഞ്ഞ് എൻ്റെ മോൻ 1.5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയിട്ട് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാം കാണാൻ തുടങ്ങിയാണ്. ആ പ്രോഗ്രാം ഇതിൽ വലിച്ചടയ്ക്കണമെന്ന് വിചാരിച്ചില്ല. അതിൽ സുച്ചേട്ടൻ്റെ ഓരോ കോമഡീസും കണ്ട് ചിരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മകൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അവന് 4 വയസ്സാവണതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ മനുഷ്യനോടുള്ള കടപ്പാട്, അല്ലെ എനിക്ക് ആ മനുഷ്യനോടുള്ള ഒരു റെസ്പെക്റ്റ്, ആ മനുഷ്യൻ ചെയ്തിരുന്ന ഓരോ ക്യാരക്ടറിനോടുമുള്ള ഒരു ബഹുമാനം, ഒരു സന്തോഷം, അതിപ്പോഴും എന്താ പറയുക, റീടെലികാസ്റ്റിംഗ് പോണതും അല്ലാത്തതും ഇല്ലാത്തതും യൂട്യൂബിൽ കിടക്കുന്നതും എല്ലാം എടുത്ത് കാണുമ്പം അറിയാതെയെങ്കിലും കണ്ണ് നിറയുന്നുണ്ട്, നെഞ്ചിലൊരു വേദന വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ആ മനുഷ്യൻ ഒരു മനുഷ്യത്വമുള്ള, ഒരു സഹജീവികളോട് സ്നേഹമുള്ള ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെങ്കിൽ ആ മനുഷ്യനെ നേരത്തെ വിളിച്ചത്. വളരെയധികം വിഷമത്തോടു കൂടി തന്നെ പറയാണ്, ആ മനുഷ്യനെ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ പറയാണ്, ആരും ഒരു കാരണവശാലും ഒരു സ്ത്രീയെ അല്ലെ എന്തോ ആയിക്കോട്ടെ അവരെ അങ്ങനെ പറയാൻ നിൽക്കരുത്. ബാഡായിട്ടുള്ള കമൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങോ കൊടുക്കാതിരിക്കുക മാക്സിമം. പിന്നെ നിങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. ഓക്കെ, ബൈ.